മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ച് അന്തർദേശീയ ഏജൻസിയെ കൊണ്ട് പഠനം നടത്തണമെന്ന മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നിരന്തരമായ ആവശ്യത്തിനെ സുപ്രീം കോടതി അംഗീകരിച്ചത് തീരദേശവാസികൾക്ക് ആശ്വാസകരമാണെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ്. 2002 സുപ്രീം കോടതിയിൽ വന്ന പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ജോ ജോസഫും സുരക്ഷാ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റും നൽകിയ കേസിന്റെ അടിസ്ഥാനത്തിലാണ് അന്തർദേശീയ ഏജൻസിയെ കൊണ്ട് പഠനം നടത്തണമെന്ന ആവശ്യം അംഗീകരിച്ചത്. റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ച് നടത്തുന്ന പഠനം അംഗീകരിക്കുന്നതിനോടൊപ്പം ഫ്രാൻസിന്റെ ഒരു മെഷീൻ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നതിനപ്പുറം എത്രത്തോളം അന്തർദേശീയതയുണ്ട് എന്ന് പരിശോധിക്കണമെന്നും മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൽ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ടെസ്റ്റ് നടത്തുകയാണ് അവർ ചെയ്യുന്നത്. നിർണായക വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള ഒരു പത്രവാർത്തകൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇത് അന്തർദേശീയ ഒരു ഏജൻസി എന്നതിനപ്പുറം ഫ്രാൻസിന്റെ ഒരു മിഷൻ ഉപയോഗിച്ചു എന്നതിനപ്പുറം ഒരു അന്തർദേശീയത ഇതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഘടനാപരമായി പരിശോധിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. എങ്കിലും പ്രതീക്ഷ നൽകുന്ന കാര്യത്തിലേക്ക് സുപ്രീം കോടതി ഈ വിഷയത്തെ കാണുമെന്ന് തീരത്തുള്ള ജനങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും ഉത്തരവാദിത്തപ്പെട്ട എല്ലാ വകുപ്പുകളും നിതാന്ത ജാഗ്രതയോടെ ഏകീകരണത്തോടെ പ്രവർത്തിക്കണമെന്ന് ഷാജി പി ജോസഫ് സിറ്റി വിഷനോട് പറഞ്ഞു. സിറ്റി വിഷൻ ന്യൂസ്, ഉപ്പുതറ.